കുത്തിച്ചാരി എന്ന് പറയണ ഭയങ്ക് ഡി പെണ്ണേ വലിയ കിടന്നുറങ്ങും. നേരെ എണീറ്റ് കിടന്നുറങ്ങും. ഞാൻ ഇങ്ങനെയും കിടന്നുറങ്ങിക്കോളാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ അല്ല നേരെ കിടന്നുറങ്ങും. വല്ല കഴുത്ത് പെടൽ വേദന വല്ല വേണ്ടെന്ന് ചോദിച്ചു. പെടല് വേദന എനിക്കല്ലേ വരുന്നത്, ശിവേട്ടനല്ലേ വരുന്നത്. ഏതായാലും ഉറക്കമൊക്കെ തിരിച്ചു പോകത്തല്ലേ, സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും ഉറക്കം കിട്ടി തുടങ്ങിയിട്ടില്ല. നേരത്തെ പോലെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ആ ശരി ശരി. അയ്യോ അപ്പൊ കിടന്നുറങ്ങുന്നില്ല. എന്താണ് എന്റെ ഫോണിനെന്ത് പറ്റിയത്? എന്ത് നിങ്ങളുടെ ഫോണും ചീത്തയാ? ഓണാവണില്ല. ആ എങ്കിൽ ഇത് നിങ്ങളുടെ മോന്റെ വേല തന്നെയാ. ആ കണ്ണൻ തന്നെ ചെയ്തത്. എന്തോ നീ അച്ഛന്റെയും കേക്ക് അച്ഛന്റെയും ചേട്ടന്റെയും ഫോണ് അവൻ ചീത്തയാക്കി. ഫാക്ടറി റീസെറ്റ് ചെയ്തു മൊത്തം. വാടി അവനാന്നോ? അവൻ അങ്ങനെ ചെയ്യുന്നില്ല. സത്യമായിട്ടൊന്ന് ആ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിടന്നത്. ഇത് അവൻ തന്നെ ചെയ്തു. അതിനിപ്പോ എല്ലാരും ഫോൺ ചീത്തക്കണ കാര്യം എന്ത്? അതറിഞ്ഞൂടാ. കണ്ണോ കണ്ണാ എവിടായിരുന്നു? എവിടായിരുന്നു? ഒരു കടയിട്ട് തരട്ടെ ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഫോണൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള. ഈ ഫോണിൽ എന്താണ് ചെയ്തത്? എന്റെ ഫോണില് ഞാൻ ഒന്നും ചെയ്തില്ല. അയ്യോ കള്ളം. കള്ള നീയല്ലേ വല്യമാമന്റെ അപ്പൂപ്പന്റെ ഫോൺ ചീത്തയാക്കിയേ? വല്യാമ്മന്റെ അപ്പൂപ്പന്റെ ഫോൺ ഞാനാണ് എടുത്തത്. പക്ഷെ അച്ഛന്റെ ഫോൺ ഞാൻ എടുത്തില്ല. എടുത്തത് അത് ആം ചേച്ചി. ആമിയാ? ചുമ്മാ ആമിയൊന്നും അല്ല. ആ ആം ചേച്ചിയാണ്. എന്താ ഇതൊക്കെ? അവിടെ എന്റെ ഫോൺ എടുത്തത്? ഞാൻ വല്യാമ്മന്റെ ഫോൺ ചീത്തയാക്കിയില്ലേ, അതുകൊണ്ട് ആം ചേച്ചി അച്ഛന്റെ ഫോണും ചീത്തയാക്കി. എന്താ ഇത്? പുത്തൂരെ വീടാ പകരം വീട്ടെ? എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ഫോൺ ചീത്തക്കണം, ആ പെണ്ണ് എന്റെ ഫോൺ ചീത്തക്കണം. എന്താണ് ഇത്? എന്റെ പൊന്നെ എനിക്ക് അറിഞ്ഞുകൂടെന്ന്. വേറെ ലോകത്ത് ഒരു വീട്ടിൽ നടക്കാത്തതാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്നാ പോയി ചോദിച്ചു. നീ ഞാൻ ചോദിക്കാം, നിങ്ങൾ കിടന്ന് മേളം വെക്കാതെ. എനിക്ക് നമ്പറില്ലെന്ന് പറയല്ലേ? ആ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കമലാ മാഡത്തിന്റെ നമ്പർ ഒന്നുമില്ല. ആ DYP സത്യദാസ് സാർ വല്ല വിളിച്ച ഞാൻ എങ്ങനെ അറിയും? ഞാൻ നീ ഒന്ന് പറ ജോൻ, നീ ഒന്ന് പോ. നീ ഞാൻ പറഞ്ഞോട്ടെ. ഫോൺ എടുത്തിട്ട് ആരാ എന്ന് ചോദിക്കണം, അപ്പൊ മനസ്സിലാവും. തുടങ്ങി വെച്ച തീവന അത് തീരുമാനമാക്കും. ഫോണും ചീത്തായി. അച്ഛന്റെ ഫോൺ എന്തായാലും ചീത്തയില്ലേ, അതുകൊണ്ട് എനിക്ക് തരോ? അല്ലെങ്കിൽ വേറെ ഫോൺ വാങ്ങിച്ചു തന്നാ മതി. അമ്മ ഇത് കേട്ടോ, ആ കണ്ണൻ ചേർക്ക് എന്റെ ഫോൺ നശിപ്പിച്ച്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? മര്യാദയ്ക്ക് നിന്റെ കെട്ടിയോട് പറഞ്ഞ് എനിക്ക് പുതിയ ഫോൺ മേടിച്ചോന്നോ? ആ നിങ്ങളെന്താ മിണ്ടാത്തെ? ഞങ്ങളുടെ ഫോണും ചത്തടാ. സന്തോഷായില്ലേ? എടാ അച്ഛന്റെ ഉത്തമന്റെ ഫോണിലോട്ട് കോളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എവിടുന്ന ഈ കോള് വരുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തതല്ല കണ്ണൻ ചേർക്ക് ഇതിനകത്ത് എന്താ കാണിച്ചു വെച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. അച്ഛന്റെയും ചേട്ടന്റെയും ഫോണില് ഫാക്ടറി റീസെറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഫോണുകളിലൊക്കെ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. അതായത് ഇതൊന്നും അനങ്ങുന്ന പോലും ഇല്ല. നിന്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ടോ? അതല്ലേടി ഞാൻ പറഞ്ഞ എന്റെ ഫോൺ ഓൺ ആവുന്നില്ല, എന്റെ ഫ്ലാഷ് ലൈറ്റ് പോലും കത്തുന്നില്ലെന്ന്. ഡി നീ ആശ ഒന്ന് വിളിച്ചു പറഞ്ഞു ഉത്തമന്റെ ഫോണിൽ നിന്ന്. അല്ലെ അവള് നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ ടെൻഷൻ അടിക്കുകയല്ലേ? നാത്തു എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേട്ടനെ വിളിക്കും, അപ്പൊ ചേട്ടൻ കാര്യം പറയും. അതിന് അവൻ ഫോൺ എടുക്കണ്ടേ വിളിച്ചാ? ഇതൊരു കഷ്ടം നോക്കണേ. എന്തോ ഒരു ഇമ്പോർട്ടൻസ് കോൾ വരാനുള്ള എന്റെ ഫോണില്. നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ഇമ്പോർട്ടന്റ് കോൾ വരാനുള്ളത്? അയ്യോ അമ്മയ്ക്ക് അറിയത്തില്ലേ? അമേരിക്ക, ബ്രിട്ടൻ, ഇവിടെ നിന്നെല്ലാം വിളിക്കും. ഇവന് കല്യാണാലോചന അവിടെ നിന്നാണല്ലോ, അപ്പൊ ബ്രോക്കർമാര് വിളിക്കുവേ. ആണോ? ബ്രോക്കർമാർ വിളിക്കുമല്ലോ. ഇയാൾ കൂടുതൽ കളിയാക്കിയിരിക്കൊന്നും വേണ്ട. ഒന്നെങ്കിൽ എനിക്ക് ഈ ഫോൺ ശരിയാക്കി തരണം, അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് പറഞ്ഞാൽ എനിക്ക് പുതിയ ഫോൺ മേടിച്ചാണ്. എടാ നിന്നെക്കാളും ഇവിടെ ഫോൺ അത്യാവശ്യമുള്ള എല്ലാരും ഉണ്ട്. എല്ലാരും ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക കേട്ടാ. ആ ചെറുക്കനെ വിളിച്ച് രണ്ടടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പഴേ ഇങ്ങനെ കാണിച്ചാൽ വലുതാ എന്തുമായിരിക്കും കാണിക്കുന്നത്? അയ്യോ എന്റെ പൊന്നെ ആരെയും പറയുന്നതെന്ന് നോക്കിക്കേ. നല്ല മോനങ്ങ് നിന്നൊക്കെ കണ്ടു തന്നെ പഠിക്കുന്നത് ഇവിടെ. നീ എന്നെ കണ്ട കാഴ്ചയൊന്നും പറയണ്ട. നീ എനിക്ക് ഫോൺ മേടിച്ചാ. നിങ്ങൾ എന്റെ പൊന്നു സുമേ നീ ഒന്നും മിണ്ടാതിരിക്കേ. നിന്റെ ഇടയ്ക്ക് കയറി നീ വഴക്കുണ്ടാക്കാൻ വരാം. നമ്മൾ വേണ്ടായിരുന്നോ ഈ ഫോണൊക്കെ സൂക്ഷിക്കാനായിട്ട്? അവൻ കുഞ്ഞല്ലേ, അവൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ കുഞ്ഞല്ലേ, അവന് അങ്ങനെല്ലാം ചെയ്യാം. നിങ്ങൾ ഈ ചത്ത കൊണ്ട് കീഴിയിരുന്നില്ല എന്റെ കുറ്റം പറഞ്ഞു. നീ ചെയ്യുന്നല്ല ഇവിടെ സഹിക്കുന്നില്ല ബാക്കിയുള്ളവരെ. ചുമ്മാ ഓവറായിട്ട് സംസാരിക്കില്ല. അതെ ഇനി ഞാൻ ഓവറായിട്ട് അതെ ഈ ഫോൺ ശരിയാക്കാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കാം. അല്ലാതെ രണ്ടും കൂടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാലോ? എനിക്ക് എന്റെ ഫോൺ ഒന്നെങ്കിൽ ഫോൺ ശരിയാക്കി തന്നാൽ ഫോൺ മേടിച്ചാൽ മതി. രണ്ടും ഇല്ലെങ്കിലോ? രണ്ടുമില്ല ഞാൻ കാണിച്ചാൽ എന്തോ കാണിക്കുന്നത്? എന്നാ നീ പോയി കാണിക്കും. കളിക്കലെങ്കിൽ ഫോൺ ശരിയാക്കി തരണം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കോൾ വരാനുള്ളതാ. രണ്ടും കൂടെ വഴക്കുണ്ടാക്കാതിരിക്കുവോ? ഇതൊക്കെ ഇല്ലാത്ത പ്രശ്നമാണ് ഇവന്. അതെന്താ എനിക്ക് ചോദ്യം പോലും എന്റെ ഫോൺ എല്ലാവരും നശിപ്പിക്കാമോ?
ആഹാ ആ അപ്പൊ പിന്നെ നമ്മുടെ അറിഞ്ഞ നശിച്ചതിന് കുഴപ്പമില്ല. നിങ്ങളുടെ നശിപ്പേ നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നശിച്ചു പോയി. ആ വേണ്ട. അവന്റെ കയ്യിൽ ഇരിക്കാത്തത് കൊണ്ട് നശിക്കുന്നു. അമ്മ എനിക്ക് ഫോൺ ശരിയാക്കി തന്നെങ്കിലും സൗകര്യമില്ലേ നീ കൊണ്ടേ കേസ് ഫോൺ. അങ്ങനെ നീ പോയല്ലോ. ആ എന്റെ പേർക്ക് നിനക്ക് എന്താണ്? എന്റെ പുറകെ അങ്ങനെ വന്നാലുണ്ടോ സുഖം? രണ്ടും കൂടെ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കില്ല, നീ ഇവിടെ നിന്നേ. ഞാനാണ് മഴക്കൊണ്ടാക്കി അവനല്ലേ വെറുതെ വാങ്ങാൻ നിൽക്കണ കാര്യം പറയാം. എന്തുവാന്നേ രണ്ടും? ഒരു പ്രശ്നം നമ്മൾ ഒരുമിച്ചിരുന്ന് സോർട്ട് ചെയ്യാൻ നോക്കുന്നതിന് വരെ രണ്ടും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കണോ? മൈ ഫോൺ ഈസ് ബ്രോക്കൺ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്